ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കേക്കാണ്. ഒരുപാട് തിക്ക് കൂടിയ കേക്കൊന്നുമല്ല കേട്ടോ, നല്ലൊരു തിക്ക് കുറഞ്ഞ നല്ലൊരു ടെക്സ്ചറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ട് കുക്കറിൽ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാനിൽ സവാള വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 3 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞ സവാളയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി വാടിയ ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ പച്ചമുളകിന് ടേബിൾ സ്പൂണിൻ്റെ ഒരു അളവ് പറഞ്ഞത്. മുഴുവൻ പച്ചമുളകാണ് നിങ്ങൾ ഇടണമെങ്കിൽ നിങ്ങൾക്കൊരു 3 or 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക, നിങ്ങൾ എരിവിനനുസരിച്ചിട്ടാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായി ചെറുതാക്കി പിച്ചെടുക്കാൻ പറ്റും. നന്നായി അതൊന്ന് പിച്ചെടുത്തിട്ട് നമ്മളെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മളെ മസാല ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേക്കിൻ്റെ ബാറ്ററാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തികച്ചൊന്നും വേണ്ട, ഒരല്പം ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ കോഴിമുട്ട കേട്ടോ, വലിപ്പം കുറഞ്ഞ കോഴിമുട്ടയാണ്. അത് കാരണം ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. വലിപ്പമുള്ള കോഴിമുട്ട ആണെങ്കിൽ നിങ്ങൾക്ക് 1 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കറുകപ്പട്ടയുടെ പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും. കറുകപ്പട്ടയുടെ പൊടി ഒരു ടേസ്റ്റിന് വേണ്ടിയാട്ടോ, നല്ല ഒരു മണം ഒക്കെ കിട്ടും ഈ കറുകപ്പട്ടയുടെ പൊടി ചേർക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, നമ്മളെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈ പാനിലാണ്. ഫ്രൈ പാനിൽ ഒരല്പം നെയ്യ് തടവി കൊടുക്കുക. ചൂടായ ശേഷം ആദ്യം തന്നെ ഒരല്പം ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ ഒരു ചെറിയ പച്ചമുളകും ഇതിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്പൈസി ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഓവറായിട്ട് ലൂസാവാൻ പാടില്ല ബാറ്റർ, ഒരു നോർമൽ ടെക്സ്ചർ കേട്ടോ. അങ്ങനെ ഞാൻ ആ ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗം മുഴുവൻ ഒഴിച്ചിട്ടില്ല, അതിൽ താഴെ. കാരണം നമ്മൾ ഫ്രൈ പാൻ ചെറുതാണല്ലോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരുപാട് തിക്കായിട്ടുള്ള കേക്കല്ല ഞാൻ ഉണ്ടാക്കുന്നത്, കുറച്ച് തിക്ക് കുറഞ്ഞൊരു കേക്കാണ്. ആദ്യം തന്നെ ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. തിക്ക് കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്നാക്ക് മട്ടാൻ സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ ഓവർ തിക്കായിട്ടുണ്ടെങ്കിൽ ഒരു രസം കിട്ടില്ല. അത് ഞാൻ തിക്ക് കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ മുകളിലിട്ടിട്ട് ഒരല്പം നേരം ഒന്ന് നമുക്ക് ഈ ഒരു പാൻ മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് ശേഷം എടുക്കുമ്പോൾ ഒരു പകുതി വേവ് വന്നിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ശരിക്കും സിമ്മിലിട്ടിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേവാണ്ട് പുറം മാത്രം കരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നല്ല ഫ്ലെയിം ഒക്കെ കുറച്ചിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക.
അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ്റെ മസാല കൂടി മുകളിലേക്ക് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ ഒരു കയ്യില അല്ലെങ്കിൽ ഒരു ചട്ടക എടുത്തിട്ട് നമുക്ക് മുകളിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും അത് നമ്മുടെ ആ മസാല ഒക്കെ അവിടെ നന്നായിട്ടൊന്ന് സെറ്റാവും. അതിനുശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. വേവിച്ച ശേഷം നല്ലോണം ഉള്ളൊക്കെ കുക്കായ ശേഷം നമ്മൾ ഈ കേക്ക് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് മറിച്ചിടണം. അതിന് മുന്നായിട്ട് ഒരല്പം നെയ്യ് തടവി കൊടുക്കാം മുകളിൽ. അപ്പം മുകൾ ഭാഗം കൂടി നന്നായിട്ടൊരു മുരിഞ്ഞൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ മുകളിലത്തെ ഭാഗം കുറച്ച് കുക്കായില്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായി കുക്കാവുകയും ചെയ്യും, നല്ലൊരു ടെക്സ്ചർ കിട്ടും. നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നത്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Keep watching. Thank you.